രാഹുലേ അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ കൊച്ചി സ്റ്റൈല് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. അജ്വയുടെ മോഡലിൽ. അപ്പോൾ നമുക്കൊരു 5 കിലോ ബീഫിൻ്റെ ഇറച്ചിച്ചോറാണ് ചെയ്യുന്നത്. ആദ്യമേ നല്ല ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒതുക്കിയ ഇഞ്ചി നമ്മളിട്ട് നല്ല പേസ്റ്റാക്കിയ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അടുത്ത അടിപൊളി കരിവേപ്പില, നാടൻ കരിവേപ്പില. ഇതാണ് ബെതറി. ഈ ഐറ്റംസാണ് ചേർക്കേണ്ടത്. ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല കൂട്ട്. അത് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല കൂട്ടാണ്. അപ്പോൾ അതൊന്ന് റെഡി ആക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ കല്ലുപ്പാണ് എടുക്കുക. നല്ല കല്ലുപ്പ് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണ്. കല്ലുപ്പിട്ട് പിന്നെ നമ്മൾ ഈസ്റ്റേണിൻ്റെ കാശ്മീരി ചില്ലി ഒരു 250 ഗ്രാം നമ്മൾ പൊളിക്കുക. എരിവ് കളറിന് വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത്. 250 ഗ്രാം നമ്മൾ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി 100 ഗ്രാമിൽ ഒരു 50 ഗ്രാം ചേർക്കുന്നുണ്ട്. എല്ലാം ഈസ്റ്റേണാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ബീഫ് മസാല, ഈസ്റ്റേണിൻ്റെ തന്നെ ബീഫ് മസാലയാണ്. അത് 100 ഗ്രാമിന് 200 ഗ്രാമാണ് നമ്മൾ ചേർക്കുന്നത്. വീണ്ടും ഒരു 100 ഗ്രാം കൂടെ പൊട്ടിച്ച് 200 ഗ്രാം. മല്ലിപ്പൊടി, പിന്നെ 100 ഗ്രാം മുളക് പൊടിയിൽ ഒരു 50 ഗ്രാം മുളക് പൊടിയും കൂടെ ചേർക്കുവാണ്. എരിവിനാണ്. കാരണം മലയാളി കുറച്ച് എരിവ് വേണ്ട രാവിലെ. അപ്പോൾ ഇതുപോലെ പിന്നെ നമ്മൾ തേങ്ങാൻ്റെ ഓയിൽ നമ്മൾ 1 ലിറ്ററാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇവനെ അങ്ങോട്ട് നമുക്ക് കുഴക്കാൻ പോവാ കേട്ടോ. അതിനകത്ത് മിക്സിംഗ് ആണ്. അപ്പോൾ ഇറച്ചിച്ചോറിൻ്റെ ഒരു ഫസ്റ്റ് കൂട്ടാണ് ഈ സെറ്റ് ചെയ്യുന്നത്. കത്തി എടുത്തിട്ട് കറി നേരെ കൊണ്ടുവന്നു. അപ്പോൾ 3 മണിക്കൂറത്തെ പണിയാണ്. ഏകദേശം നമ്മുടെ ഒരു 90% പരിപാടിയാണ്. ഇപ്പോൾ ചെമ്പൊന്ന് പൊട്ടിക്കാൻ നോക്കുവാണ്. ബിസ്മില്ലാ യാ ഹബീബി ഷൂഫ്. വെള്ളമെല്ലാം വന്ന് നമ്മുടെ എത്തിച്ചോറിൻ്റെ ലെവലായിട്ടുണ്ട്. ബിസ്മില്ലാ.
ഒന്ന് 1 മണിക്കൂർ നമ്മൾ അടച്ച് വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറ്റും. പിന്നെ നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്.